കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എല്ലാം ശരിയായ ശേഷം ജോലിക്ക് പോകും. കഴിക്കാം. മര്യാദക്ക് കഴിച്ചോളാം. ചൂടോടി കഞ്ഞി കൊണ്ട് കുടിച്ചേ. മകളെ അവിടെ വെക്കുക, അച്ഛൻ പിന്നെ കുടിച്ചോളാം. ആ പരിപാടി ഇവിടെ നടക്കൂല, ഞാൻ കോരിത്തരാം. വേണ്ടെന്നേ. ഇതിപ്പോ സിറ്റ് ഔട്ടിൽ നിന്ന് വീണിട്ട് പോലും ഇത്രയൊക്കെ പറ്റി. ഇതുകൊണ്ടാണ് പറയണേ പണിക്കാരെ സഹായിക്കാൻ വേണ്ടിട്ട് മണ്ടയ്ക്കൊന്നും വലിഞ്ഞു കയറരുതെന്ന്. ഇങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ ഞാൻ സൈറ്റില്. അയ്യോ സൈറ്റ് വരണ്ട. കഞ്ഞി കുടിക്കണം. ഉപ്പില്ല കേട്ടാ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഉപ്പക്കച്ചൻ കുറച്ചോ കേട്ടാ. ഉപ്പ് മാത്രല്ല മധുരവും കുറച്ചോ. മധുരം കുറച്ചല്ലേ ഉപയോഗിക്കണേ ഇപ്പോ. അതല്ല മധുരം ഒട്ടും കഴിക്കണ്ട, ഷുഗർ ഒക്കെ ഉള്ളതല്ലേ. അത് മാത്രോ എന്തോരം എരിവ് അച്ഛൻ കൂട്ടരുത്, എരിവും കുറയണം. അതെ, മുളക് വെച്ച് കണ്ട പിന്നെ അച്ഛൻ തിരിഞ്ഞു മറിഞ്ഞു നോക്കൂല, അത് മുഴുവൻ അകത്താക്കും. അതുകൊണ്ട് ഈ ജംഗ്ഷനിൽ പോയിട്ടുള്ള മുളക് വെച്ച് തീറ്റയില്ലേ അത് നിർത്തിക്കോ കേട്ടാ. അച്ഛൻ എന്തോട് ഓട്സ് ഒക്കെ കഴിച്ചാൽ മതി. എനിക്ക് വേണ്ട, ഒരു വഴിവിടായിരിക്കും. ഉച്ചക്കേ ഈ മീൻ പൊരിച്ചത് കഴിക്കണില്ലേ, അതൊക്കെ അങ്ങ് നിർത്തിക്കോ കേട്ടാ, നീ കഴിക്കണ്ട. പിന്നെ രാത്രി അതുപോലെ തന്നെ 2 ചപ്പാത്തിയും ഉപ്പിട്ട് പുഴുങ്ങിയ കുറച്ച് വെജിറ്റബിൾസും, അത് മതി. ഒരു കാര്യം ചെയ്യാം, 2 ആഴ്ചത്തേക്ക് എനിക്കൊന്നും തരണ്ട, ഞാൻ ചോദിച്ചാലും തരണ്ട. എന്താ 2 ആഴ്ച? അതിപ്പോ ചത്തങ്ങ് പൊയ്ക്കോളൂ, ശല്യമില്ലല്ലേ. ഞാനൊന്ന് വീണ് പഞ്ചറാൻ വേണ്ടി നോക്കിയിരിക്കണം എല്ലാം കൂടെ ആഹാരം ക്രമീകരണം നടത്താൻ. പണ്ടൊക്കെ അതുണ്ടായിരുന്നു, ഇപ്പൊ ഈയിടയ്ക്ക് ഇല്ലായിരുന്നു, ഇപ്പൊ വീണ്ടും തുടങ്ങിയാ. ഇത് നമ്മള് നമുക്ക് വേണ്ടിയല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ പറയണേ. അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. മറ്റേ എവിടെയെങ്കിലൊക്കെ ചെന്ന് ആരെങ്കിലും കയ്യും താലും താങ്ങി പൈസ കൊണ്ടുവരുമല്ല, അതിപ്പോൾ അതില്ലാതെ ചത്തുപോയി കഴിഞ്ഞു. ഓ വലിയ കാര്യമായിപ്പോയി പറഞ്ഞത്. എനിക്കിപ്പോൾ അതല്ല ടെൻഷൻ, എഞ്ചിനീയർ ആ കൺഫ്യൂഷനിലായിരിക്കും. കാരണം സ്റ്റേറ്റിലെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ നോക്കണേ. എല്ലായിടത്തും ഞാനാണ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയത്. എഞ്ചിനീയറിനെ പറ്റി അതിനെപ്പറ്റി എനിക്ക് ഗ്രാഹ്യമൊന്നുമില്ല. എന്നാൽ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പൊട്ടനത് മനസ്സിലാവില്ല. അച്ഛാ, അച്ഛന് എഞ്ചിനീയർ കുറച്ച് ഫ്രീഡം തന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ എഞ്ചിനീയർ ആവാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ. കൊച്ചാ ശുഭ ഇടം കിട്ടിയപ്പോൾ അച്ഛനെ കൊച്ചാക്കാൻ നോക്കല്ലേ. സംസാരിച്ചാൽ മതി, ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ നോക്ക്. അയ്യോ റെസ്റ്റ് എടുക്കാം. പാറ ഡോക്ടറാണ് അച്ഛനെ നോക്കണേ. എന്ത് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, നോക്കിക്കോ എന്റെ അമ്മേ. കണ്ടാ, എൻ്റെ കൊച്ചു എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. 5-ൽ ഒരെണ്ണമെങ്കിലും എനിക്ക് ഉപകാരപ്പെടും അല്ലേ മക്കളെ. അവസാന കാലത്ത് മക്കളെ എന്നെ കാണും. സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കണം. കണ്ടാ, വയ്യാതെ കിടക്കുമ്പോൾ അവളെ പറ്റി പറഞ്ഞേണ്ട. വയ്യാതെ കിടക്കണേലും വായിക്ക് റെസ്റ്റ് ഒന്നും കൊടുക്കണില്ലല്ലോ, ഇങ്ങനെ നിൽക്കുക. അച്ഛന് വയ്യാതെ നടക്കുവാണ്, അതുകൊണ്ടൊക്കെ മാറ്റൂല. ഓ അയ്യോ, വലിയ വെച്ച് പറഞ്ഞ പിന്നെ നമ്മള് പോണല്ലോ. നീ കൊടുക്കോ അച്ഛന് കഞ്ഞി? ഞാൻ കൊടുത്തോളാം. എന്നാ പിടിച്ചോ. അയ്യോ നീ കഴിക്കരുത് കേട്ടോ, അച്ഛന് കൊടുക്കണം. മക്കളെ കഴിച്ചോ? മിക്കവാറും അച്ഛനിന്ന് കഞ്ഞി കിട്ടൂല. പാറല്ലേ കൊടുക്കണേ? രാത്രി ചപ്പാത്തി മുട്ടക്കറി മതിയാ? എന്തായിരുന്നാലും മതി. നീ അതിവിടെ എല്ലാം കൂടെ തട്ടിയിടും. നീ എടുത്തോണ്ട് പോ. കൈ 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 അവിടെ എടുത്തോണ്ട് പോ. ഞാൻ കിടക്കട്ടെ, ഇവിടെ ഇരിക്കണ. ഇത് കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് പോതച്ചാ. അയ്യോ മതി. ഓക്കെ. ഇതിനെവിടെ ഇരുത്തിയിരിക്കല്ലേ? എന്താണ്? ഒന്നുമില്ല, റെസ്റ്റ് എടുത്തോളാം. കളിച്ചോ. അമ്മ എന്തേലും വാങ്ങിച്ചാ? എല്ലാം മേടിച്ച് ഇത് ഞാൻ ചുമന്ന് ചത്തിട്ടോ, ഒടുക്കത്തെ വെയിറ്റ് ചെയ്യുന്നു. ഈ സാധനങ്ങൾ വാങ്ങിച്ചാല് ചുമന്നുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. പണ്ട് ഞാൻ ചെറുതായി വേണ്ട, അച്ഛനെ പോലെ പഴം കഥ പറച്ചിൽ വേണ്ട. ഞാൻ കേട്ട് ഇവിടെ ഇടിക്കാൻ എനിക്ക് വീർത്തില്ല. എന്നിട്ട് എന്നെ തന്നെ പറഞ്ഞോണം കേട്ടാ. അച്ഛൻ മിണ്ടാണ്ടിരിക്കുന്നു. എന്താടാ എല്ലാ കാര്യത്തിലും എന്നെ ഉപമിക്കണത്? അതല്ലെങ്കിൽ അവിടെ ഈ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബഹളം വെച്ചോണ്ടിരിക്കും. ആരുടെ കുട്ടമ്പളരെ വെറുതെ ഇരിക്കണത്? മേടിച്ചാ? എല്ലാം മേടിച്ചാ? ഞാൻ എല്ലാം മേടിച്ച്. ഉറപ്പാണ് എല്ലാ സാധനങ്ങളും മേടിച്ചു? ഞാൻ ലിസ്റ്റ് വായിച്ച് ഏൽപ്പിച്ചു തരാം കേട്ടാ. മുളക് പൊടി 2 കവർ, മല്ലിപ്പൊടി 1 കവർ, മഞ്ഞൾ 1 കവർ, പിന്നെ വെളുത്തുള്ളി 250 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോ, 1 കിലോന്റെ 2 കവർ, ചെറുപയർ 1/2 കിലോ. ലിസ്റ്റിലുള്ള ഓക്കെ. ലിസ്റ്റിലില്ലാത്ത 2 സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചാ? കാപ്പിപ്പൊടി, കുരുമുളക് പൊടി. അയ്യോ, അത് ഞാൻ മറന്നുപോയമ്മ. ചേട്ടനെ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ ആലോചിച്ചതാണ് ചേട്ടൻ മറക്കൂന്ന്. ഇത്ര സാധനങ്ങൾ ഇരിക്കില്ലേ, ചിലപ്പോ മറന്നു അങ്ങനെയൊക്കെ. കിഴങ്ങ് അച്ഛൻ എന്തോന്നത്? കിഴങ്ങനല്ല നീ പൊട്ടൻ. എല്ലായിടത്തും അടുക്കള വെക്കിനി.
നീ കൊണ്ടുവെക്കടി, ഞാൻ എത്രയും ചുമന്നല്ലേ കൊണ്ടുവെക്ക്. വേണേ കൊണ്ട് നോക്കി പിന്നെ